ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. സാധാരണഗതിയിൽ ഞാൻ റിവ്യൂ ആണ് എടുക്കാറ്. അതായത് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അബ്യൂസിങ് ആയാലും അട്രോസിറ്റീസ് ആയാലും എടുത്തിട്ട് പെരുമാറുന്നതാണ് മൈ പാഷൻ. പക്ഷേ നിങ്ങൾ കൂതറ കസ്റ്റമേഴ്സ്, ഐ മീൻ യുവർ സബ്സ്ക്രൈബേഴ്സ്, അതെന്നെ പ്രൊമോട്ട് ചെയ്യാറില്ലല്ലോ, നിങ്ങളത് കാണാറില്ല. ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്? എന്റെ സ്വന്തം സാറ്റിസ്ഫാക്ഷൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ സാറ്റിസ്ഫാക്ഷൻ തൽക്കാലം അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ റിവ്യൂവിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. റിവ്യൂ എന്റെ ഒരു തലമേ ആയിരുന്നില്ല ഒരു കാലത്തും. സിനിമ റിവ്യൂ എന്റെ സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു ഞാൻ ചെയ്യുമെന്ന് കരുതിയിരുന്നു, പ്രത്യേകിച്ച് എന്റെ യൂട്യൂബ് ചാനലിലൂടെ. ഞാൻ യൂട്യൂബ് ചാനൽ ഉറപ്പായിട്ടും സ്ത്രീകൾക്കെതിരെ അട്രോസിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ തിന്മകൾ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത് എനിക്കറിയാം. കുറച്ചൊക്കെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനെ ഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ വിഷമം കൊണ്ടാണ്. എനിക്കത് രണ്ട് വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് കേട്ടോ. ആ ദളിത് പെൺകുട്ടി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറുതിലെന്ന് വെച്ചാൽ എനിക്കൊന്നും എൻ്റെ ഒരു സ്കൂൾ ടൈമോ കോളേജ് ടൈമോ പ്ലസ് ടു ടൈമോ ഒക്കെ ആയിരുന്നു തോന്നുന്നു. വിതുര, സൂര്യനെല്ലി പോലുള്ള പെൺവാണിഭ കേസുകൾ പുറത്തേക്ക് വരികയും അത് ഭയങ്കര കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും പത്രമാധ്യമങ്ങളിൽ, അന്ന് മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ, സോഷ്യൽ മീഡിയാസ് ഒന്നുമില്ല, ഒക്കെ വാർത്തയാകുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ബലാത്സംഗം അല്ലെങ്കിൽ ഒരു പീഡനം 62 പേര് ചേർന്ന് കൂട്ട ബലാത്സംഗങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് പല വർഷങ്ങളിലായിട്ട് 13 വയസ്സെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സുകാരി, അല്ലെങ്കിൽ ഒരു പക്ഷേ അവൾ 7ലും ആവാം, മേ ബി 8ലേക്ക് കയറിയിട്ടുണ്ടാവാം, 18 വയസ്സാകും. ഇത്രയും വർഷങ്ങൾ 5 long years ആ കുട്ടി സഹിച്ച പീഡനങ്ങൾ. അപ്പോഴും നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടെ മൂക്ക് നോക്കി ഇടി കൊടുക്കാൻ. ചിലവരുടെ സ്ഥാനം ഓർത്ത് നമ്മളൊന്നും ചെയ്യാറില്ല. അതായത് നമ്മളോട് വന്ന് ഈ വാർത്തകൾ വായിച്ചിട്ട് ഒരു പത്രമൊക്കെ വായിച്ചു വയ്ക്കും, 13 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ അവളെ പീഡിപ്പിച്ചു, അവൾ ഇത്രയും കാലം എന്തെടുക്ക് വാരെന്നോ? അവരുടെ ചോദ്യമാണ്. ഇവർക്കൊക്കെ അറിയാവോ ആ കുട്ടി കടന്നുപോയ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന്? ഈ നമ്മുടെ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരിക്കലും പുറത്തു വരാത്ത ഒരു സർവേ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ 95.9 പെൺകുട്ടികളും ചൈൽഡ്ഹുഡിൽ പീഡനം അനുഭവിച്ചിട്ടുള്ളവരാണ്. അവര് ഡയറക്ട്ലി റേപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ബട്ട് അല്ലാതെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടലിനിരയായിട്ടുള്ളവരാണെന്ന് 101%. ഞാൻ പറയും 101%. ഇൻസൈഡ് ദ ഫാമിലി, ഔട്ട്സൈഡ് ദ ഫാമിലി, ഇൻസൈഡ് ഫ്രം ദ എന്താ പറയുന്നത്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, കസിൻസിൽ നിന്ന്, കുറെ കസിൻസ് ഉണ്ടല്ലോ, സിബ്ലിങ്സ് ആൻഡ് കസിൻസിൽ നിന്ന്, കുറെ മൂത്ത ചേട്ടന്മാരൊക്കെ ഉണ്ടാവും നമ്മുടെയൊക്കെ ഫാമിലി, അവരിൽ നിന്ന്, അതോടൊപ്പം സ്കൂളിൽ നിന്ന്, അധ്യാപകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇതിപ്പോ അത് അന്നത്തെ കാലത്ത് ഇതൊന്നും ആരും പറയില്ല. നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മുടെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോയി ഒരുത്തന്റെയെങ്കിലും തോണ്ട് കിട്ടാത്ത ഒരാളുണ്ടെങ്കിൽ എന്റെ താഴെ കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്യണം. ഇതില് അമ്മയും നമ്മുടെയൊക്കെ സഹോദരന്മാരുടെ, ആണുങ്ങളുടെ അമ്മയും പെങ്ങളും ഭാര്യമാരും കാമുകിമാരും ഒക്കെ ബസ്സിൽ പോകുന്നവരാണ്, ട്രെയിനിൽ പോകുന്നവരാണ്. ട്രെയിനിൽ എനിക്ക് അത്ര അറിഞ്ഞൂടാ, പക്ഷെ ബസ്സിലുണ്ട്. കാരണം ഒരു വ്യാഴവട്ടക്കാലത്തോളം ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്ലസ് ടു ടൈമിൽ എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ സുഹൃത്തുക്കളെ, എന്നെ ഒക്കെ ഈ പറയുന്ന പോലെ തോണ്ടാനും പിടിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ നല്ല കിഴുക്കും നല്ല പിന്ന് വെച്ചിട്ടൊക്കെ, അന്നും ഞാൻ ഇച്ചിരി അക്രമവാസനയുള്ളതായതുകൊണ്ടും എനിക്ക് ഭ്രാന്തളവും എനിക്ക് സത്യത്തിൽ ആക്ച്വലി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടാല്. അപ്പോ അന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, അന്നെന്ന് പറഞ്ഞാൽ 10-12 വർഷങ്ങൾക്ക് മുൻപും കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്റെയൊക്കെ സുഹൃത്തുക്കൾ ഇങ്ങനെ എന്താ പറയാ, ഒന്നും മിണ്ടാതെ തൊണ്ടേന്നൊക്കെ വെള്ളമൊക്കെ വരും. ഇപ്പൊ അവരുടെ ഈ പറയുന്ന പോലെ ബാക്കിൽ കയറി പിടിച്ചിട്ട് പോവുക, ബസ്സിൽ കയറുന്ന സമയത്ത് ബാക്കിൽ നിന്നൊന്ന് ഞെക്കിയിട്ട് പോകുക, ഇതൊക്കെ പറയുമ്പോൾ അവര് ഫ്രണ്ടിൽ പെട്ടെന്ന് ആകെ കൂടെ രക്തമൊക്കെ പോയിട്ടില്ല. ഇപ്പൊ ഞാനൊക്കെ സീറ്റ് പിടിച്ചിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും. നമുക്കിത് സ്ഥിരം ഈ ഇടിച്ച് പിടിച്ച് കയറുക എന്നുള്ള സ്ഥിരം കൈത്തുള്ള നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും. ലേഡീസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, കുട്ടികൾ, ഞങ്ങളുടെ പ്രായം ഒരു 16, 17, 18 വയസ്സ്. അന്ന് അവർ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ മുഖമൊക്കെ വല്ലാതെ വിവരണമായിട്ട് എനിക്ക് എന്ത് പറ്റിയിട്ട് ഏതോ ഒരുത്തന്നെ എന്റെ ബാക്കിൽ കയറി പിടിച്ചു, അത് പറയുമ്പോൾ ഒരു കരയുന്ന പരുവെത്തിയിട്ടുണ്ടാവാം. അതാണ് ഏതൊരു ടീനേജറിന്റെയും മാനസികാവസ്ഥ. കാലം എത്രയും മാറിക്കൊള്ളട്ടെ, ഏതൊരു ടീനേജ് കുട്ടിയുടെ, അതായത് ഒരു ഗേളിന്റെ മാനസികാവസ്ഥ അതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഈ വൃത്തികെട്ട പ്രബുദ്ധ മലയാളത്തിന് എന്നാണത് മനസ്സിലാവുക? അത് തന്നെ ആവണം. ഈ 18 വയസ്സുള്ള ദളിത് എന്ന് പറയുന്ന, ദളിത് എന്ന കാര്യം അവിടെ കട്ട് ചെയ്തേക്കൂ. അവളൊരു പെൺകുട്ടിയാണ്. ദളിത് എന്ന വിഷയം അവിടെ എടുത്ത് പൊക്കി പറയേണ്ട ആവശ്യമില്ല. ഷീസ് എ ലേഡി, ഷീസ് എ വുമൺ, ഷീ ബിലോങ്സ് ടു അസ്. തീർച്ചയായിട്ടും ഞങ്ങളിൽ ഉൾപ്പെട്ട ഒരാളാണ് അവളും. എന്റെ അനിയത്തിയുടെയോ എന്റെ മകളുടെയോ അല്ലെങ്കിൽ എന്റെ കസിന്റെയോ ഒക്കെ മാത്രം പ്രായമുള്ള, അത്രയും പോലും പ്രായമില്ലാത്തൊരു പെൺകുട്ടി, താമരപ്പൂ പോലെ വിടർന്ന് സൗന്ദര്യം കാണിക്കുകയും ഈ ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യേണ്ടിയിരുന്ന ഒരുവൾ
നല്ലൊരു കായിക താരമാവേണ്ട ഒരുവളെ മാനസികമായിട്ട് കൊല്ലാക്കൊല ചെയ്ത് ശാരീരികമായിട്ട് പിച്ചിക്കീറിയ നരാധവന്മാരുടെ സമൂഹത്തിൽ ജനിച്ചു പോലെന്നോർത്ത് എനിക്ക് എന്റെ തൊലി ഉരിഞ്ഞ് താഴെ വീഴുക. സത്യം, സീരിയസ്ലി എനിക്ക് വെറുപ്പാണ് ഇന്ന് കേരളത്തോട്. എനിക്ക് വെറുപ്പ് തോന്നുവാണ് കേരളത്തിലെ മലയാളി എന്ന് പറയുന്നത്. എനിക്ക് അറപ്പും വെറുപ്പും തോന്നുവാണ്. കാരണം ഒരുത്തിന് പോലും തോന്നിയില്ലല്ലോ അവളെ ഒന്ന് രക്ഷിക്കണമെന്ന്. ഓക്കെ, ഞാൻ പണ്ട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മൾ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഒക്കെ സിനിമയിൽ ഈ റെഡ് സ്ട്രീറ്റിൽ നിന്നൊക്കെ ഈ പറയുന്ന പോലെ ഇങ്ങനെ പെട്ട് കാഴ്ചവെക്കാൻ ചെല്ലുമ്പോൾ ഞാൻ കഥയിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ കഥയിൽ മാത്രം ഹാപ്പൻ ചെയ്യുന്ന ഒന്നാണ്. നിന്നെ എനിക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് കണ്ടാൽ മാത്രം മതി, നിന്റെ ശരീരമായിട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു പുരുഷൻ ഈ ലോകത്തില്ല. ഹീസ് നോട്ട് എക്സിസ്റ്റിംഗ് ഇൻ ദ വേൾഡ്. അതാണ് സത്യം. ഒരു സ്ത്രീയുടെ ശരീരത്തെ ആഗ്രഹിക്കുന്നത് മാത്രമാണ് ഒരു പുരുഷൻ. എനിക്ക് ഖേദമുണ്ട് ഇങ്ങനെ പറയുന്നില്ല. എനിക്ക് സഹോദരനുണ്ട്, എനിക്ക് നല്ലൊരു അച്ഛനുണ്ടായിരുന്നു, എനിക്ക് പറയുന്ന പോലെ നല്ല ഒരുപാട് ആൺസുഹൃത്തുക്കളുണ്ട്. ബട്ട് അവരൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ലജ്ജിക്കുകയാണ് ഈ പുരുഷ സമൂഹത്തിൽ. ഞാൻ ഇങ്ങനെ ഒരു യുവതിയായിട്ട് ഈ നാട്ടിൽ എനിക്കൊരു മോളുണ്ട്, ഈ പറയുന്ന പോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് മക്കളുണ്ട്, സ്ത്രീ അതായത് പെൺകുട്ടികളുണ്ട്. എനിക്ക് ഭീതി തോന്നുകയാണ്, എങ്ങനെ ഈ സമൂഹത്തിൽ വളർത്തും ഒരു കുഞ്ഞിനെ ഒരു 5 വർഷക്കാലം വിട്ട് പീഡിപ്പിക്കുമ്പോൾ. ഇന്ന് ഇത്രയും ദിവസമായിട്ട്, അതിപ്പോ 3-4 ദിവസമായിട്ട് ഒരു വളരെ സെൻസിറ്റീവായിട്ടൊരു വാർത്തയായിട്ട് ഒരു നവമാധ്യമങ്ങളിൽ പോലും, അല്ലെങ്കിൽ വേണ്ട ഒരു പാർട്ടിക്കാർ പോലും, അത് SFI ആയാലും KSU ആയാലും BJP ആയാലും ABVP ആയാലും എന്ത് കൊന്ത മരമാക്രി പാർട്ടി ആയാലും ഒരുത്തം പോലും അതിനെതിരെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇതിനൊരു നീതി കിട്ടണം, ഇവന്മാരെ എല്ലാം ശരിയാണ്. പോലീസ് അഹോരാത്രം ആ പെൺകുട്ടി പറഞ്ഞനുസരിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടി പറഞ്ഞനുസരിച്ച് മാത്രമല്ല, തെളിവ് എടുത്തിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. 30-32 പേരോളം ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൂടുന്നതെന്ന് ചോദിച്ചാൽ, മഹാനായ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഡ്രസ് കോഡ് ഇട്ട് ഉപമിച്ചല്ലോ. ഇങ്ങനെയുള്ള വസ്ത്രധാരണം നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത്. അവൻ ഒരു എളുപ്പമില്ലാതെ ഇരുന്ന് പറഞ്ഞ് ഹണി റോസ് ഇപ്പൊ അറസ്റ്റ് ചെയ്യാനുള്ളത്. എന്തായാലും ഞാൻ ഇപ്പൊ ഈ വാർത്ത ചെയ്യുമ്പോൾ അവന്റെ ജാമ്യം എന്തായാലും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. അതായത് ജയിലിൽ അടയ്ക്കാതിരിക്കാനുള്ള അവന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെന്നാണ് ഞാനിപ്പോ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരാൾ ജയിലിൽ പോകുന്ന ഓർത്തിട്ടല്ല, ഒരു സ്ത്രീക്ക് ഡ്രസ് കോഡ് വേണം അത്രേ. എന്ത് അധികാരത്തിലാണ് അവൻ ആ ഡ്രസ് കോഡിന്റെ കാര്യം? ഓക്കെ, ഹണി റോസിനെ അല്ലല്ലോ ആരും പിച്ചു ചീന്തിയത്. ഈ പെൺകുട്ടി, അതായത് ഈ 13-18 വയസ്സുകാരിയ പെൺകുട്ടി എന്ത് വസ്ത്രധാരണത്തിന്റെ പേരിലാണ് പിച്ചു ചീന്തപ്പെട്ടത്? മിസ്റ്റർ രാഹുൽ ഈശ്വർ, താങ്കൾ മറുപടി പറയണം ഇതിന്. കാരണം താങ്കൾ ഡ്രസ് കോഡിനെ കുറിച്ച് ഘോരഘോര പ്രസംഗിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി ഡ്രസ് കോഡ് ഇട്ടിട്ട് എല്ലാവർക്കും പാംപ്ലെറ്റ്സ് അയച്ചിരുന്നില്ല, നിങ്ങൾ എല്ലാവരും വരൂ എന്റെ ഉദ്ഘാടനം കാണാൻ പറഞ്ഞാൽ വിളിച്ചിട്ടില്ല. ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഒരു പക്ഷേ ഏത് സാരി ഉടുത്താലും പർദ്ദ ഇട്ടാലും പെണ്ണിന്റെ ഉള്ളിൽ മുഴച്ചും താഴ്ചയും നിൽക്കുന്ന ഫ്രണ്ടും ബാക്കും കാണാൻ വേണ്ടി തന്നെയാണ് നിന്നെ പോലുള്ള ഊളകൾ വന്ന് ഈ പറയുന്ന ഇനാഗുറേഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന മാമാങ്കത്തിന് മുമ്പിൽ വന്ന് വായും പൊളിച്ച് തുപ്പലും ഒലിപ്പിച്ച് നിൽക്കുന്നത്. അല്ലാതെ ഹണിറോസിന്റെ മുഖസൗന്ദര്യം കാണാനോ ഹണിറോസിനെ പോലെ തന്നെയുള്ള സിനിമാനന്മാരുടെ മുഖസൗന്ദര്യം കാണാനൊന്നും അല്ല നീ ഒന്നും ഒരു കാലത്തും ഈ പറയുന്ന ഇനാഗുറേഷന്റെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വന്ന് നിൽക്കുന്നത്. ആ പെൺകുട്ടികളുടെ ഈ പറയുന്ന ശരീരഭാഗം മൂടി വെച്ച് അതവൾ എത്ര നീറ്റായിട്ട് ഡ്രസ്സ്, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ നീറ്റാണെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ പറഞ്ഞാൽ സാരിയോ ധാവണിയോ ചുരിദാറോ എന്ത് കുന്തോ ആയാലും അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളെ ഇമാജിൻ ചെയ്ത് ആസ്വദിക്കുക. അതിനുവേണ്ടി മാത്രമല്ലയോടാ നീയൊക്കെ അവിടെ മുമ്പിൽ വന്ന് വായും പൊളിച്ച് നിൽക്കുന്നേ. അല്ലാതെ ആ സിനിമാ നടിയുടെ ആരാധന കൊണ്ടോ അവർ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ മേന്മ കൊണ്ടോ ഒന്നുമല്ല. അവള് സ്ത്രീയാണ്, കാണാൻ ഗ്ലാമറാണ്, ക്യൂട്ടാണ്, അവൾക്ക് അത്യാവശ്യം ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട്, നല്ല ചക്കുടുവാണ്. അതുകൊണ്ട് കാമാർത്തിയോടുകൂടി മാത്രമാണ് നീയൊക്കെ വന്ന അവിടെ ഭൂരിഭാഗം അണ്ണന്മാരോടെ നിന്ന് വായും പൊളിച്ച് തുപ്പലൊലിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര തള്ളിക്കയറ്റി ഉണ്ടാക്കുന്നത്? വെറുതെയാണ്. വേറെ ആരെങ്കിലും ഇനാഗുറേഷൻ ചെയ്താൽ ഇത്ര ആൾ വരില്ലല്ലോ. ഹണി റോസിനെ പോലുള്ള ആൾക്കാർ അവര് ഇന്നേ വരെ ഞാൻ ഒരിക്കലും ഇതിലും സ്ലീവ്ലെസ് ഡ്രസ് ഇട്ട് വരുന്നതല്ല, അത് ഇന്നേ വരെ അവരുടെ ഒരു ശരീരഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ നമ്മളിപ്പോ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. ഞാൻ ഇപ്പോഴും തിരിച്ചു വരികയാണ്, തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ ആരാണ് ആ പെൺകുട്ടി ഇത്രമാത്രം ക്രൂരമായി കൊണ്ടു നടന്ന് പീഡിപ്പിക്കാനുള്ള ധൈര്യം ഈ 62 ഡാഷ് മക്കൾക്ക് കിട്ടിയത് എവിടുന്നാണ്? ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു, വേറെ 2 ഇപ്പൊ കിടപ്പുണ്ടല്ലോ. നമ്മുടെ ജിഷയുടെയും സൗമ്യയുടെയും ടീമുകൾ ജയിലിൽ കിടന്ന് ഉണ്ടതിന്ന് കൊഴുക്കട്ട പോലെ ആയിട്ടുണ്ടല്ലോ. നിനക്ക് ആരെ ഉത്തരവ്? ഇത് എന്തുകൊണ്ടാണ് ഇവന്മാർക്ക് ഇത്രയും ധൈര്യം? 13 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് ആരാണ് നമ്പർ 1 എന്ന രീതിയിൽ തെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ യുവജനത. അത് മാത്രമല്ല, പണ്ടൊക്കെ കിളവന്മാരാണ്, തൈക്കിളവന്മാർക്കാണ് ഇത്രയും സൂക്കേടെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ നാട്ടില്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന മുഴുവനും 16-നും 30-നും ഇടയിലുള്ള നല്ല ന്യൂ ജനറേഷൻ പിള്ളാരാ. കൊള്ളാം, നല്ല പുരോഗതി, നല്ല കേരളമേ നമസ്കാരം, നമോ വാഗം.
പറയാതെ വയ്യ. ഒരു സ്ത്രീ എന്ന നിലയിൽ നമിക്കുക ഞാൻ യുവതലമുറയുടെ മുമ്പിൽ. സ്ത്രീ ആണെന്ന വലിയ വൻമരങ്ങളുടെ മുമ്പിൽ തലകുനിച്ചു പോവുകയാണ്. സ്ത്രീയുടെ മാനം ഇങ്ങനെ പിച്ചി ചീന്തുന്നു ഓർത്തിട്ട്. പെൺകുട്ടികളുടെ, വലിയ അമ്മച്ചിമാരുടെ അല്ല, പെൺകുട്ടികളുടെ കുഞ്ഞുങ്ങളെങ്കിലും നിനക്കൊക്കെ വെറുതെ വിട്ടുകൂടെ? നിന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നിന്റെ മകൾക്കോ ഇല്ലാത്തതൊന്നും തന്നെയും അന്യായ ഒരു പെൺകുട്ടിക്കും ഇല്ലടാ പുല്ലുകളെ എന്ന് പറയാൻ എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നു. അതെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഒരു മനസമാധാനം ഉണ്ടാകത്തില്ല. സീരിയസ്ലി, നിന്റെ ഒന്നും അമ്മയ്ക്കും പെങ്ങൾക്കും പിന്നെ അമ്മൂമ്മയ്ക്കും നിന്റെ ഒന്നും മകൾക്കും ഒന്നും ഇല്ലാത്ത ഒന്നും തന്നെ എനിക്കോ ഈ പുറമെ നടക്കുന്ന ഒരു പെൺകുഞ്ഞിനും പുതുതായിട്ടുണ്ടെങ്കിൽ ആരും 3 എണ്ണം കൊണ്ട് നടക്കുന്നില്ലല്ലോ. ഉണ്ടോ? ബാക്കിൽ 4 എണ്ണം കൊണ്ട് നടക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഒറ്റൊരെണ്ണേ ഉള്ളൂ. അംഗവൈകല്യം സംഭവിച്ചില്ലെങ്കിൽ എല്ലാവർക്കും നിന്റെ അമ്മയ്ക്കുള്ളത് തന്നെ ഉള്ളൂ. നിന്റെയൊക്കെ ആരോ ആണോ പെണ്ണുങ്ങളെ കാമമായിട്ട് അല്ലെങ്കിൽ കാമത്തിന്റെ ഉപകരണമായിട്ട് കാണുന്ന ആ അവന്മാരുടെ ഒക്കെ അമ്മമാർക്കുള്ളതേ ഉള്ളൂ ഈ പറയുന്ന പുറത്തു നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും. കൂടുതലായിട്ട് ഒന്നും തന്നെ ഇല്ല മക്കളെ. അതൊന്ന് മനസ്സിലാക്കുക. കുറച്ചു നാൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. ബൈ.